ഹായ് ഫ്രണ്ട്സ്, IC-814 കാണ്ടഹാർ ഹൈജാക്ക് ഓഗസ്റ്റ് 29 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിനി സീരീസ് ആണ്. 6 എപ്പിസോഡുകളാണുള്ളത്. ഓരോ എപ്പിസോഡിന്റെയും ഏകദേശം ദൈർഘ്യം 40 മുതൽ 45 മിനിറ്റ് വരെയാണ്. 1999 ഡിസംബർ 24 കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം ഭീകരർ ആഞ്ഞുന്നു. ഈ വിമാനത്തെ അമൃത്സറിലേക്ക്, പിന്നെ ലാഹോറിലേക്ക്, ദുബായിലേക്ക്, അവസാനം കാണ്ടഹാറിലേക്ക് തിരിച്ചുവിടുന്നു. കാണ്ടഹാറിൽ അവസാനം ലാൻഡ് ചെയ്യുന്നു. ഈ അവസ്ഥയെ എങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് ഡീൽ ചെയ്യുന്നു, അതിന്റെ ഇടയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, യാത്രക്കാരുടെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള സീരീസാണ്. ഇനിയിപ്പോൾ ഇതൊരു ഹൈജാക്ക് റിലേറ്റഡ് ആയുള്ള സീരീസ് ആണല്ലോ, കുറച്ച് ഹീറോയിസം ആക്ഷനൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ചു പോയാൽ നിരാശയായിരിക്കും ഫലം. ഇത് ഒരു കംപ്ലീറ്റ്ലി റിയൽ ലൈഫ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഹീറോയിസത്തിന് സ്ഥാനമില്ല. ഇതിന്റെ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹീറോ ആയുള്ള ഒരു നടനെ ഇതിൽ കാണാൻ പറ്റില്ല. വിമാനത്തിന്റെ പൈലറ്റായി എത്തിയിരിക്കുന്നത് വിജയ് വർമ്മ, വിദേശകാര്യമന്ത്രിയായിട്ട് പങ്കജ് കപൂർ, ആ സമയത്ത് ജസ്വന്ത് സിംഗ് ആയിരുന്നു, ആ റോളിലാണ് പങ്കജ് കപൂർ എത്തിയിരിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയായി നസറുദ്ദീൻ ഷാ, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് അരവിന്ദ് സ്വാമി, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഹെഡ് കുമുദ് മിശ്ര, റോയുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ മനോജ് പഹ്വ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സീരീസിൽ ഏറ്റവും മികച്ച റോള് കിട്ടിയിരിക്കുന്നത് മനോജ് പഹ്വക്കാണ്. അദ്ദേഹമാണ് ഈ ടെററിസ്റ്റുകളായി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, നെഗോഷിയേഷൻ നടത്തുന്നത്. അതിലുള്ള സംഭാഷണമൊക്കെ ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു നടന്റെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂസ് പേപ്പർ കം ചാനലിന്റെ ഹെഡായിട്ട് ദിയാ മിർസ എത്തുന്നു. ഒരു എയർ ഹോസ്റ്റായി പത്രലേഖയുണ്ട്. അവരാരാണെന്ന് അറിയില്ലെങ്കിൽ സീരിയൽ സിനിമ നടിയാണ്. അതുകൂടാതെ നടൻ രാജ്കുമാർ റാവുവിന്റെ ഭാര്യയാണ്. 1999 ഈ സംഭവം നടക്കുമ്പോൾ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളുമായി സീരീസ് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുത്തിരുന്നു. ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം സ്ഥാപിച്ചു. ഈ കാണ്ടഹാറിൽ വിമാനം എത്തുമ്പോൾ താലിബാന്റെ സഹായം ആവശ്യമുണ്ട്. താലിബാൻ ഗവൺമെന്റ് എങ്ങനെ ഇന്ത്യയെ സഹായിച്ചു, അതിനുശേഷം എങ്ങനെ ഇന്ത്യ അഫ്ഗാൻ ബന്ധം ശക്തമായി ഒന്നുകൂടി കാണിക്കുന്ന ചില സീനുകൾ ഇതിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കളികളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അവിടെ കുറേ ഡെവലപ്മെന്റ് ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ കുറേ സ്ഥലത്തൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഹീറോയിസം പ്രതീക്ഷിച്ച് കാണുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. അതിന് ഇതിന്റെ ഡയറക്ടറുടെ പേര് നോക്കിയാൽ മതി, അനുഭവ് സിൻഹ. ഇദ്ദേഹത്തിന്റെ മുമ്പത്തെ പടങ്ങൾ ആർട്ടിക്കിൾ 15, മുൽക്ക്, പിന്നെ ഭീഡ്, തപ്പഡ്, അങ്ങനെ സോഷ്യലി റെലവന്റ് ആയ സിനിമകൾ എടുക്കുന്ന സംവിധായകനാണ് ഇദ്ദേഹം. പൊതുവെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുക്കുന്ന സീരീസുകളും സിനിമകളും എനിക്കിഷ്ടമാണ്. ഇവിടെയും സ്ഥിതി മറിച്ചൊന്നുമല്ല, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഈ കാണ്ടഹാർ ഹൈജാക്കൊക്കെ കൃത്യമായി അറിയുന്നവർക്ക് റിയാലിറ്റിയും ഫിക്ഷനും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റും. ഞാൻ ഈ സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് 4/5. മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് ക്ഷമയോടെ ഹീറോയിസ് ഒന്നും പ്രതീക്ഷിക്കാതെ കാണാൻ ശ്രമിക്കുക.